ആൽഫ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ലാ ഫെമിനിൻ നിൽക്കുന്ന അറ്റോമിക് ബ്ലോണ്ട്, ബെല്ലറിന, ബ്ലാക്ക് വിഡോ ഈ സിനിമകളുടെ ഒക്കെ സങ്കരമായിട്ടാണ് തോന്നിയത്. മിക്കതും ആ സിനിമയിൽ നിന്ന് എടുത്തിട്ടും ഉണ്ട്. പിന്നെ പോരാത്തതിന് കുറെ എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷനും എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്. ദുരന്തർ പോലത്തെ വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമ അടക്കം കൊടുത്തിട്ടും ഇവർ ഈ പഴയ സെറ്റപ്പ് ഒന്നും വിട്ടിട്ടില്ല. മൊത്തത്തിൽ വിട്ടിട്ടില്ല എന്നല്ല, എന്നാൽ കുറച്ചൊക്കെ വിട്ടിട്ടുമുണ്ട്. ആൽഫ ടീസർ കണ്ടിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ബല്ലേറിന സിനിമ വെച്ചിട്ടാണ്. കാരണം ബല്ലേറിനയിലെ അന്നാഡി അർമാസ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവൾക്ക് നല്ല കോമ്പാറ്റ് ഫൈറ്റ് ട്രെയിനിങ് കിട്ടിയ ഒരാളും കൂടിയാണ്. ഒരു സയൻസ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് ആണുങ്ങളുടെ അത്ര ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല. കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് ആണുങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ. അതിന് എന്ത് ഫെമിനിസം പറഞ്ഞാലും എന്ത് തർക്കം പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ഒരു ആണിനെ തല്ലിയിടുമ്പോൾ അത് വെറും പ്ലാസ്റ്റിക് ഫീലാണ് ഭയങ്കരമായിട്ട് തരുന്നത്. പക്ഷെ ബല്ലേറിനയിൽ അങ്ങനെയല്ല. അവൾ ആണുങ്ങളെ തല്ലുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ട്, അവൾക്ക് വയ്യാതാവുന്നുണ്ട്, പക്ഷെ എന്നാലും അവൾ അടിച്ച് വിജയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൽഫ ടീസർ വളരെ കല്ലുകടിയായിട്ട് തോന്നുന്നത്. YRFന്റെ സ്പൈ യൂണിവേഴ്സിലാണെങ്കിൽ ടൈഗർ, ലയൺ, പാന്തർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൃഗശാല പോലെയുള്ള എല്ലാ മൃഗങ്ങളും കാണും. അതിൻ്റെ കൂടെയാണ് ആൽഫ എന്നൊരു വൂൾഫ് വരുന്നത്. പക്ഷേ ഈ സിനിമയിലൊരു പ്രത്യേകതയുണ്ട്. ഏജന്റ് ആൽഫയല്ല, വെറും ആൽഫയാണ്. അങ്ങനെ വെറും ആൽഫയാവുകയാണെങ്കിൽ എന്തായാലും ഒരു ഇന്ത്യൻ സ്പൈ മൂവി ആയിരിക്കില്ല. YRFലെ സ്പൈ യൂണിവേഴ്സിലെ ഒരു സ്ഥിരം ക്ലേശിയാണ് വില്ലൻ എപ്പോഴും ഇന്ത്യൻ ആർമിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ബോബി ഡ്യൂളും മുന്നേ വല്ല ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. എന്തും കൊണ്ടോ പുറത്തായി, അതുകൊണ്ട് സ്വന്തം മകളെ ഒരു വെപ്പൺ ആക്കിയിട്ട് വളർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സീനുകളൊക്കെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഇതിലെ സ്റ്റണ്ട് സീനും മൗണ്ടനിൽ ക്ലൈംബ് ചെയ്യണ സീനും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തംസ് അപ്പിന്റെ പരസ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു ആൽഫയിലെ യഥാർത്ഥ ചലഞ്ച് ബോക്സ് ഓഫീസ് അല്ല, ഫ്രാഞ്ചൈസി ഫാക്ടിക് ആണ്. ഒരു ഫ്രാഞ്ചൈസിയിൽ തുടർച്ചയായിട്ട് ഒരു സിനിമ വരുമ്പോൾ ഓഡിയൻസ് ഇമോഷൻസ് ആണ് ശ്രദ്ധിക്കുക, അല്ലാണ്ട് കോസ്റ്റ്യൂം അല്ല. ആൽഫ ടീസർ കണ്ടപ്പോൾ ഇത് ഹിറ്റ് ആകുമ്പോൾ ഫ്ലോപ്പ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇന്നത്തെ ഓഡിയൻസിന് സ്റ്റൈൽ ആവശ്യമില്ല. ഇന്നത്തെ ഓഡിയൻസിന് വേദന അനുഭവിക്കുന്ന ഒരു നായകനെയോ നായികയോ ആണ് കാണേണ്ടത്. അവർ ആ സ്ട്രഗിൾ കാണാൻ ആഗ്രഹിക്കുന്നു, ആ വേദന ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ഹീറോ അല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആൽഫ ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈ ആണോ കാണുന്നത്. അതാണ് ഈ സിനിമയുടെ യഥാർത്ഥ പരീക്ഷയും.